ഒരു നിമിഷം ശിവദാസൻ. അഡ്വക്കേറ്റ് മാത്യൂസ് നെടുമ്പാറ, ഈ കേസിൽ നേരത്തെ മിഥുൻ ഉയർത്തിയ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. FBI എവിടെ വരെയാണ് അന്വേഷണം? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ ഇന്ത്യയിൽ അവർക്ക് വന്ന് ഈ കേസ് അന്വേഷിക്കാൻ കഴിയുമോ? അതും കൈക്കൂലി വാങ്ങിയിരിക്കുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥരുമാണ് എന്നുള്ളതാണല്ലോ ആരോപണം. അപ്പോൾ ഒരു JPC വെച്ച് മാത്രമേ ഈ അന്വേഷണത്തിന്റെ നിജസ്ഥിതി പുറത്തു കൊണ്ടുവരാൻ കഴിയുമോ? ഒരു CBI അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ടോ? ഡിപ്പാർട്ട്മെന്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് തുടർക്കഥയായി മാറുകയാണല്ലോ. എന്താണ് മാത്യൂസ് നെടുമ്പാറ ഇതിന്റെ ഒരു നിയമവശം? ഇതിനകത്ത് ഇന്ത്യയിൽ ഒരു ക്രിമിനൽ ഒഫൻസ് നടന്നാൽ ഇവിടെ അന്വേഷിക്കേണ്ട ഇന്ത്യയിലെ ഏജൻസികളാണ്. അപ്പോൾ ഒരു ക്രൈം ലെസ് ലോക്കി ഡെലിക്റ്റി, എവിടെയാണോ ക്രൈം ഒഫൻസ് നടന്നത് അവിടെ ആ രാജ്യത്തിന് മാത്രമേ, ആ രാജ്യത്തിലെ ക്രിമിനൽ സംവിധാനത്തിന് മാത്രമേ ജുറിസ്ഡിക്ഷൻ ഉള്ളൂ. അപ്പൊ ഇവിടെ പാർട്ട് ഓഫ് ദി ക്രൈം ഹാസ് ഒക്കേർഡ് ഇൻ ഇന്ത്യ. ഇപ്പൊ ആന്ധ്രാപ്രദേശ് ഗവൺമെന്റ്, തമിഴ്നാട് ഗവൺമെന്റ്, ഒഡീസ ഗവൺമെന്റ്, അവിടുത്തെ ചീഫ് മിനിസ്റ്റർ, അങ്ങനെയുള്ളവരെയൊക്കെ സ്വാധീനിച്ചെന്നാണ് ആക്ഷേപം. അവർക്ക് പൈസ കൊടുത്തെന്നാണ് ആക്ഷേപം. അപ്പൊ ആ ഒഫൻസ് ഹാസ് ഹാപ്പൻഡ് ഇൻ ഇന്ത്യ. And that part of the corruption only India, agencies in India alone can investigate. And ideally it would be the CBI which can investigate. Then അമേരിക്കയിലെ ചെല്ലുന്ന ഒഫൻസ് ഉണ്ട്. അവരുടെ ഇൻഡിക്ട്മെന്റ് എന്ന് വെച്ചാൽ ഒരു ചാർജ് ഷീറ്റ്. ഞാൻ അത്രയധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും കേസ് പഠിക്കാൻ പറ്റിയില്ല. കാരണം ഒരു 6 മണിയായപ്പോ ഞാൻ ഇവിടെ സംസാരിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുന്നു. അപ്പൊ ഞാൻ നോക്കിയത്തോളം ഇത് നമ്മുടെ ഒബ്സ്ട്രക്ഷൻ ഓഫ് ജസ്റ്റിസ്, ഇതൊക്കെ വലിയ സീരിയസ് ഒഫൻസ് ആണെന്നുണ്ടെങ്കിലും ഇതൊരു ഒരു ഇംപ്രസ്മെന്റ് ഒന്നും പ്രൊവൈഡ് ചെയ്തതായിട്ട് കാണുന്നില്ല. അപ്പൊ ഇതെല്ലാം ഫൈൻ അടച്ച് ഇറങ്ങി പോരാവുന്ന കേസായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ശരിക്കും പഠിച്ചെന്ന് ഞാൻ പറയാനൊക്കത്തില്ല. ജസ്റ്റ് 1 മണിക്കൂറും എന്റെ അടുത്ത് പറയുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവിടെ നമ്മുടെ ഗവൺമെന്റ്, ഇന്ത്യയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്ല SEBI ഒക്കെ നടത്തുന്ന പോലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് അത്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ബിഫോർ എ ക്രിമിനൽ കോർട്ട്. പക്ഷെ അത് ഫൈൻ അടിച്ച് തീർക്കാവുന്ന ഒഫൻസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞതിന്റെ അർത്ഥം ആ കേസ് അവിടെ നടന്നോട്ടെ, പക്ഷേ ഇന്ത്യയിൽ 2092 കോടി രൂപ കൈക്കൂലി വിവിധ സംസ്ഥാനങ്ങൾക്ക് കൊടുത്തു എന്നുള്ളൊരു ആരോപണം ഗുരുതരമാണ്. അതൊരു ക്രിമിനൽ ആയിട്ടുള്ള ഒഫൻസ് ആണ്. ഇന്ത്യയിൽ അന്വേഷിക്കണം, FIR രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ ഒരു കോഗ്നിസബിൾ ഒഫൻസ് ഇൻഫർമേഷൻ ലഭിച്ചാല് ദി പോലീസ് ഈസ് ഡ്യൂട്ടി ബൗണ്ട് ടു രജിസ്റ്റർ FIR. അതായത് താങ്കളും ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഈ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എന്നൊരു ആവശ്യത്തെ അംഗീകരിക്കുന്നുണ്ട്. കാരണം ഇതിൽ വിവിധ സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ജമ്മു കാശ്മീർ, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു JPC നടക്കണം എന്നുള്ളതാണോ ഒരു രാഷ്ട്രീയമായുള്ള ഒരു ആവശ്യം? അഡ്വക്കേറ്റ് മാത്യൂസ് നെടുമ്പാറ, JPC എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു JPC ഇപ്പൊ ഇതിനകത്ത് അദാനിയെ സംബന്ധിച്ചിടത്തോളം, ഇതിപ്പോ ഞാൻ ലീഗൽ വക്കീലിന്റെ അഭിപ്രായമല്ല, സാധാരണക്കാരന്റെ അഭിപ്രായം പറയാം. അദാനിയെ സംബന്ധിച്ചത് അവർക്ക് എല്ലാവരുമായിട്ടും നല്ല ബന്ധങ്ങളുണ്ട്. പ്രതിപക്ഷ പാർട്ടികളുമായിട്ട് ബന്ധങ്ങളുണ്ട്. ഇന്ത്യയില് ഇപ്പൊ അദാനി, അംബാനി വരെയൊന്നും അവർക്കെതിരെ ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സ് ഒന്നും സാധ്യമല്ല. വലിയ ബിസിനസ്സുകാർക്കെതിരെ ഒന്നും ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സ് പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. SEBI അന്വേഷിക്കാൻ തീരുമാനിച്ചു. രണ്ടാമത്തെ റിപ്പോർട്ട് വരുന്നു, SEBIയുടെ ചെയർമാൻ മാധവി ബുച്ചിന് ഹിൻഡൻബർഗുമായിട്ട് വ്യാപാര ബന്ധമുണ്ട്, ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട്. അതെല്ലാം പോട്ടെ. ഞാനൊരു കാര്യം ചോദിച്ചത്, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്, മുൻ ചീഫ് ജസ്റ്റിസ് അമേരിക്കയിൽ പോയി. ആരെയാ കണ്ടത്? അപ്പൊ അതിലേക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളാണ് വരുന്നത്. അപ്പൊ നമ്മുടെ നിയമ സംവിധാനത്തെ പോലീസ് ആയിക്കോട്ടെ, പ്രോസിക്യൂഷൻ ആയിക്കോട്ടെ, കോടതി ആയിക്കോട്ടെ, അതെ, അദാനി മാത്രമല്ല അംബാനി. അതെ, ഇപ്പൊ അനിൽ അംബാനിക്കെതിരെ 49,000 കോടി രൂപയുടെ ബാങ്ക് ലോൺ 495 രൂപയ്ക്ക് സെറ്റിൽ ചെയ്തു. രാഷ്ട്രീയ പോരാട്ടമാണ് പ്രതിപക്ഷം പാർലമെന്റിൽ നടത്തുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നൊരു അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് ആണ്. അവർക്ക് രണ്ടുപേർക്കും JPC, രണ്ടുപേർക്കും അതിനകത്തൊരു റിമെയിൻ ഇൻ പബ്ലിക് ഡൊമൈൻ. ഒരു നാടകമാണ്. അത് കഴിഞ്ഞിട്ടൊന്നുമില്ല. ഇന്ത്യയിലെ JPC ഒന്നും അത്ര എഫക്റ്റീവ് അല്ല. Debate with Dr. Arun Kumar.